ഇന്നേ ദിവസം മെയ് മാസം 15-ാം തീയതി, മലയാള കണക്കിൽ ഇടവ മാസം 1-ാം തീയതി. എല്ലാ മാസങ്ങളുടെയും മധ്യത്തിൽ, പ്രത്യേകിച്ച് ആ മാസത്തിൽ മറ്റൊരു പെരുന്നാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വരാത്ത മാസങ്ങളുടെ മധ്യത്തിൽ, മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഓരോ കൗമയുടെയും പൂർത്തീകരണത്തിൽ നാം മാതാവിനോടുള്ള അപേക്ഷ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ യാചിക്കുന്നു, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി നീയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥനകൾ തുടങ്ങുന്നത്. മാതാവ് സഭയുടെ തന്നെ പ്രതീകം ആണ്. അമ്മയും കുഞ്ഞും പരിശുദ്ധ സഭയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നിന്നു മഹിമയോടെ രാജകുമാരി, വലതുഭാഗത്തായി രാജേശ്വരിയും എന്ന് പാടുമ്പോൾ ആ അമ്മയുടെ സജീവ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നും, അതുകൊണ്ടാണ് സഭയുടെ എപ്പിസ്കോപ്പന്മാർ, മെത്രാപ്പോലീത്തന്മാർ, കാതോലിക്കന്മാർ എല്ലാം മാതാവും കുഞ്ഞും നിൽക്കുന്ന ഐക്കണാണ് അവരുടെ പതക്കമായി ധരിക്കുന്നത്. അത് വെറുതെ ഒരു കുരിശ് ധരിച്ചാൽ പോരെ, സിംപ്ലിസിറ്റി കാണിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിതാക്കന്മാർ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുരിശ് കയ്യിലുണ്ട്, കുരിശ് ശിരസിലുണ്ട്, കുരിശ് സാധാരണ നാം യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു കുരിശുമാല മതി. എന്നാൽ ആരാധന നടത്തുമ്പോൾ മാതാവും കുഞ്ഞും അത് സഭയുടെ പ്രതീകമാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞ് ഉൽപാദിതമായതുപോലെ സഭാഗാത്രത്തിൽ നിന്ന്, വിശുദ്ധ ത്രോണോസിൽ നിന്ന് രഹസ്യങ്ങൾ ആവിർഭവിക്കുന്നു. അത് ആവിർഭവിപ്പിക്കുവാനുള്ള ചുമതലപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് സഭയുടെ പിതാക്കന്മാർ എന്ന ദർശനത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് സാന്ദർഭികമായി ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും ഉച്ച നമസ്കാര സമയത്ത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം അപേക്ഷിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചകളുടെയും മധ്യത്തിൽ ബുധനാഴ്ച മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ദിവസം ഉച്ചവരെ സാധിക്കുന്നവർ ഉപവസിക്കുകയും എല്ലാവരും നോമ്പെടുക്കുകയും ചെയ്യണമെന്നും ഒക്കെ പഠിപ്പിക്കുന്നത് മാതാവിൻ്റെ മാധ്യസ്ഥം സ്മരണ ലോകത്തിന് എല്ലായ്പ്പോഴും അനുഗ്രഹമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. വരൾച്ചയും ദുഃഖവും പ്രയാസവും ഉണ്ടായപ്പോൾ യൂഹാനോൻ ശ്ലീഹ യെരുശലേമിൽ ആരംഭിച്ച ഒരു പാരമ്പര്യം എഫെസൂസിലേക്കും കൊണ്ടുപോയി എന്നും അവരോട് പറഞ്ഞു, നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ വിത്തുകളെ ഓർത്ത്, കതിരുകളെ ഓർത്ത്, മുന്തിരി തലകളെ ഓർത്ത് മാധ്യസ്ഥം അപേക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേനലും മഞ്ഞും ഋതുക്കളും ഒരു നാളും കുറഞ്ഞു പോവുകയില്ല എന്ന് പഠിപ്പിച്ചു എന്ന് മാതാവിൻ്റെ പെരുന്നാൾ ദിവസങ്ങളിൽ നാം ചൊല്ലുന്നുണ്ട്. കതിരുകളെ ഓർത്തിടവത്തിൽ, വിത്തിന് മകരത്തിൽ, മുന്തിരിയെ പ്രതി ചിങ്ങത്തിൽ, ഇങ്ങനെ പെരുന്നാളുകൾ ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ചതായിട്ട് നാം കാണുന്നു. അങ്ങനെ ഈ പെരുന്നാളുകൾ ലോകമൊക്കെയും പ്രത്യേകമായിട്ട് വ്യാപിച്ചു. നമ്മളിപ്പോൾ ഓർക്കും, എന്തിനാ കേരളത്തിൽ ഇപ്പം എന്തിനാ കതിരിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? ഒന്നാമത് എന്താണ് കതിരെന്ന് പോലും, എന്താണ് വിത്തെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. വിത്ത് നമ്മുടെ അടുത്ത തലമുറയാണ് എന്നെങ്കിലും പറയുവാൻ നമുക്കറിയണം. വിത്ത് കെട്ടുപോകാതിരിപ്പാൻ മകരമാസത്തിൽ ഏറ്റവും തണുപ്പിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അപേക്ഷിച്ചുകൊണ്ട് കർഷകർ ആ വിത്ത് സംരക്ഷിക്കുവാൻ പ്രാർത്ഥിക്കും. കാരണം വിത്ത് കെട്ടുപോയാൽ പിന്നെ കൃഷിയില്ല, കതിരില്ല, വിളവില്ല. ആ മകരത്തിൽ സൂക്ഷിച്ചു വെച്ച വിത്ത് പിന്നീട് നടുകയും അത് കതിരിടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കതിരുകളെ ഓർത്ത്. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ജീവിതത്തിലെ ഏതൊക്കെ
പ്രതിസന്ധി വരുമ്പോഴും അതുപോലെ തന്നെ സന്തോഷം വരുമ്പോഴും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ് എന്ന് നാം ഓർത്തിരിക്കണം. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം ആ അർത്ഥത്തിലാണ് നാം ചിന്തിക്കേണ്ടത്. അവിടെ കർത്താവ് പറയാണ്, മനുഷ്യരുടെ സകല പാപങ്ങളും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യുന്നത് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. എന്താണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം? നാം സത്യത്തിന് വിരോധമായി നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സകല അനീതിയും പാപം തന്നെ. സകല അനീതിയും പാപം തന്നെ. പരിശുദ്ധാത്മാവേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെയൊന്നും മുഖസ്തുതി പറഞ്ഞാൽ വിശുദ്ധ തൃത്വം അതിൽ പ്രീതിപ്പെടുകയില്ല, മറിച്ച് അതിന് വേണ്ടുന്ന ആ രീതിയിൽ എന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. മറിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇന്നലെ ദൈവത്തിന്റെ കൃപയാൽ സ്വർഗാരോഹണ പെരുന്നാൾ നാം നടത്തി. കാത്തിരിപ്പ് ദിവസങ്ങളിലെ ആദ്യ ദിവസമാണ് ഇന്ന്. നാം എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? നന്മ വിളയാടുവാൻ, നന്മയുടെ കതിരുകൾ ഉയർന്നു വരുവാൻ, നാം നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ ഒക്കെ ഈ കാത്തിരിപ്പ് നാളുകൾ നമുക്ക് ഇടയാകണം. ആധുനിക തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാത്തിരിപ്പ്, അങ്ങനെയല്ല. മറിച്ച് നമ്മൾ ജോലിക്കൊക്കെ പോയാലും ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഏത് സമയത്തും പരിശുദ്ധാത്മാവിന്റെ കൃപ എന്നിൽ വീണ്ടും നിറയുവാൻ തക്കവണ്ണം, ആഴമുള്ള ഒരു പെന്തക്കോസ്തി പെരുന്നാൾ നടത്താൻ തക്കവണ്ണം മാതാവിന്റെ മധ്യസ്ഥതയിൽ കൂടെ അപേക്ഷിക്കുവാൻ പറ്റുന്ന ഒരു സുദിനം, അതൊരു പ്രത്യേക അനുഭവമാണ്. പറഞ്ഞല്ലോ, ഒരു പുതു മാസത്തിന്റെ ആരംഭം, അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ കാത്തിരിപ്പ് നാളിന്റെ ആരംഭം. ആ സമയത്ത് മാതാവിന്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ വളരുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അമ്മ, സഹോദരങ്ങൾ ഒക്കെ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് പറയുന്ന അമ്മയും സഹോദരങ്ങളൊക്കെ പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവരെ താഴ്ത്തിക്കൊണ്ടല്ല, ഇകഴ്ത്തിക്കൊണ്ടല്ല, മറിച്ച് കർത്താവ് പറയുകയാണ്, അവരമ്മയും സഹോദരങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ സ്ഥാനം അവർക്ക് ലഭിച്ചത്. ആ സ്ഥാനം അവർക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. നിങ്ങളും ദൈവഹിതം പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മ, ഈ സ്ഥാനം നിങ്ങൾക്കും ലഭിക്കും എന്നുള്ള ഒരു വലിയ പാഠം കൂടിയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ നാം എല്ലാം കാണുന്നുണ്ട്. പലപ്പോഴും 2-3 വിധത്തിൽ അതിനോട് പ്രതികരിക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ യുദ്ധം നടന്നോട്ടെ, ഇവിടെ ഏതായിക്കോട്ടെ, പെട്രോളിന് വില കൂടി, എൻ്റെ കയ്യിൽ കാശുണ്ട്, കുറച്ചുകൂടെ കൂടി കൊടുത്ത് ഞാൻ പെട്രോൾ അടിച്ചോളാം, അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് ഉണ്ടാകേണ്ടുന്നൊരു ചിന്ത, നമുക്കൊന്നും അവിടെ പോയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഇടപെടാനൊന്നും സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് സാധിക്കുന്ന ഒന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പരിമലയിൽ വരുമ്പോൾ ഞാനും എൻ്റെ ആളും, ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ചിന്ത അല്ല. അതിനപ്പുറത്ത് സർവ്വലോകത്തിനും ശാന്തി ലഭിക്കുവാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ, പരിശുദ്ധ പരിമലത്തിന് വേണ്ടി മധ്യസ്ഥതയിൽ അപേക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്ന് ഓർക്കണം. കേരളത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയമാണ്. ഈ കഴിഞ്ഞ 10 ദിവസം അതാര് വരും, എന്തു വരും, അതിനു വേണ്ടിയാണ് മിക്കവാറും എല്ലാവരും സമയം ചെലവഴിച്ചത് എന്ന് അറിയാം. അതിൻ്റെ അലയൊലികൾ ഒക്കെ നടക്കുകയാണ്. ചിലരെ എന്നെയും വിളിച്ചു, തിരുവേനി അറിഞ്ഞില്ലേ? ഇവിടെ എനിക്ക് അറിയേണ്ട സമയമാകുമ്പം അത് അറിയും, പത്രത്തിൽ വായിച്ചാൽ അറിയാൻ പറ്റും.
ഈ ചാനലിൻ്റെ അവരുടെ എല്ലാം നുണയും നേരും എല്ലാം കൂടെ കേട്ട് അതിൻ്റെ പുറകെ കളയാൻ എനിക്ക് സമയമില്ല. അത് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ഒരു തിയറി ആക്കി എടുക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നന്മ നടക്കാൻ പ്രാർത്ഥിക്കുക, ദൈവകൃപ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഒരു പുതിയ കതിരെ ഉയരുകയാണ്. ഒരു കാര്യം പറയാൻ എനിക്ക് സാധിക്കും. ദൈവവചനം അറിയുന്ന ഒരു മനുഷ്യൻ, വചനത്തിൽ നിന്ന് മടി കൂടാതെ പ്രസംഗിക്കുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞു കുന്നംകുളത്തെ അടുത്ത കൺവെൻഷൻ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പുതിയ മുഖ്യമന്ത്രിയെ വിളിക്കണമെന്ന്. കാരണം ആഴമായ വേദപുസ്തക പരിചയം, ആഴമായ വിശ്വാസം മനുഷ്യൻ കാണുന്നുണ്ട്. അതെന്തെങ്കിലും ഒരു വർഗീയതയല്ല, മതേതരത്വത്തിൻ്റെ മുഖത്തിലൂടെ, അനീതി ഇല്ലാതാക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ഈ സംസ്ഥാനം മുന്നോട്ട് പോകുവാനും. ഞാൻ ആരെയും ഒന്നും വിമർശിക്കുന്നില്ല, എന്നാൽ മലങ്കര സഭയുടെ അനുഭവങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് നീതിയുള്ള ഒരു ഭരണ സംവിധാനം നമ്മുടെ ചുറ്റുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കൂടിയുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ഈ പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാളിൽ, പരിശുദ്ധ പെരുമലത്തിന് വേണ്ടി മാധ്യസ്ഥതയിൽ, വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും മഹത്വം കരയേറ്റാം. ആമേൻ.